ആമേൻ, ആമേൻ. യേശുവിൻ്റെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞെ, യെശയ്യായുടെ പുസ്തകം 49 അധ്യായം 16-17 വാക്യങ്ങൾ. നിന്റെ മതിലുകൾ എപ്പോഴും എൻ്റെ കൺമുമ്പിലുണ്ട്. എപ്പോഴും നീ അന്നന്ന് അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ, ഭാരങ്ങൾ, നിന്റെ മുമ്പിലെ കടമ്പകൾ, നിനക്ക് കടന്നു കയറാൻ പറ്റാത്ത മലകൾ, കുന്നുകൾ, ഭാരങ്ങൾ, ഇവ എപ്പോഴും എൻ്റെ കൺമുമ്പിലുണ്ട്. അപ്പം നമ്മളും പറയും, കർത്താവ് എൻ്റെ കൺമുമ്പിലും ഉണ്ട്, എൻ്റെ കണ്ണിലും എൻ്റെ ചിന്തയിലും എന്നും അതാ. എൻ്റെ മതിലുകൾ, എൻ്റെ ഭാരങ്ങൾ, എൻ്റെ മുമ്പിലെ തടസ്സങ്ങൾ, കോട്ടകൾ, കൊത്തളങ്ങൾ എപ്പോഴും ചിന്തിച്ച് ഞാൻ തളരുന്നു. ദൈവവും നമ്മൾ ഒരു കാര്യത്തിൽ സെയിമാ. എപ്പോഴും നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ, നമ്മുടെ കണ്ണിലും ചിന്തയിലും ഒക്കെ ഈ ഭാരങ്ങളും കെണികളും തന്നെയാണ്. പക്ഷെ ഒരു വചനം യെശയ്യാ 49 അധ്യായം 17 വാക്യത്തിൽ കൂട്ടിച്ചേർക്കുക. കർത്താവ്, നിന്നെ നിർമ്മിച്ചവർ, നിന്നെ സൃഷ്ടിച്ചവർ, നിന്നെ പുനർനിർമ്മിക്കുന്നവർ, നിന്നെ വീണ്ടും പടുത്തുയർത്തുന്നവർ നിന്നെ നശിപ്പിച്ചവരെക്കാൾ വേഗമുള്ളവരാണ്. പക്ഷേ ഈ വചനം നമ്മുടെ കണ്ണിലുടക്കിയാൽ, ചങ്കിലുടക്കിയാൽ നമ്മുടെ ഹൃദയം ജ്വലിക്കാൻ തുടങ്ങും. നമ്മളെ തകർത്തെറിഞ്ഞവരെക്കാൾ, പൊടിച്ചകറ്റിയവരെക്കാൾ, പൊടിച്ച് പറത്തിയവരെക്കാൾ, ധൂളിയായി പൊടി പോലെ ചിതറിച്ചവരെക്കാൾ വേഗമുള്ളവനാണ് എന്നെ ഗാദർ ചെയ്യുന്ന ദൈവം. യെശയ്യാ 49 അധ്യായം 16-17 വാക്യങ്ങൾ. കുഞ്ഞെ, നിന്റെ മതിലുകൾ എൻ്റെ കൺമുമ്പിൽ, കണ്ണിലെപ്പോഴും ഉണ്ട്. നിന്നെ നിർമ്മിക്കുന്ന ദൈവം, നിന്നെ പുനർനിർമ്മിക്കുന്ന ദൈവം നിന്നെ പൊടിച്ചകറ്റിയ, തകർത്തെറിഞ്ഞ മനുഷ്യരെക്കാൾ 10 മടങ്ങ് വേഗതയുള്ളവനാണ്. ആ വേഗതയുള്ള ദൈവത്തിൻ്റെ കയ്യിൽ നീ ഒതുങ്ങിക്കൂടിയാൽ, പുഴിയാണെങ്കിലും പുഴിമണ്ണാണെങ്കിലും ധൂളിയാണെങ്കിലും വീണ്ടും അവിടുന്ന് പുനർനിർമ്മിക്കും. ഈ വചനം ഒരു തമാശ ആയിട്ടല്ല, ആന്തരിക ശക്തിയായി ഉള്ളിൽ പതിയട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.